അല്ലാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിച്ചതായി നമുക്ക് കാണാൻ പറ്റൂല. കണ്ടോ, തന്റെ മകന് നൽകിയ ഉപദേശമാണിത്. മകൻ അവസാന നിമിഷം ചെന്ന് തന്റെ പിതാവിനോട് ഞങ്ങൾ എങ്ങനെ ജീവിക്കണം, അങ്ങേക്ക് ശേഷം എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അലൈക ബിത്തഖ്വല്ലാഹ്, നീ അല്ലാഹുവിനുള്ള തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം മോനെ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല വലാ തഖഫ് അഹദൻ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത ആരെയും നീ ഭയപ്പെടേണ്ട കേട്ടോ. വലാ തർജു അഹദൻ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത ആരിൽ നിന്നും നീ ഒന്നും ആഗ്രഹിക്കണ്ട. വക്കിലിൽ ഹവായിജ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിന്റെ ആവശ്യങ്ങൾ മുഴുവനും നീ ഏൽപ്പിച്ചു കൊള്ളണം. വലാ തഅ്തമിദ് ഇല്ലാ അലൈഹി, അല്ലാഹുവിന്റെ മേലല്ലാതെ നീ ഒരിക്കലും ആശ്രയം കൊള്ളണ്ട, അവലംബിക്കണ്ട. വത്ലുബുഹാ ജമീഅൻ മിൻഹു തആല, നിന്റെ ആവശ്യങ്ങൾ മുഴുവനും നീ തേടേണ്ടത്, ചോദിക്കേണ്ടത് അല്ലാഹുവിൽ നിന്നാണ്. ഇപ്പൊ മുഹിയുദ്ദീൻ ഷേഖിനായി, നേരത്തെ റാസി ഇമാമായിരുന്നു. അപ്പൊ മുഹിയുദ്ദീൻ ഷേഖിന്റെ അടുത്ത് നേരത്തെ മുമ്പ് റാത്തീബൊക്കെ എന്തെങ്കിലും ചൊല്ലിയൊരു ഓർമ്മ ഉണ്ടാവും. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ വിലയിരുത്തി ഇല്ല റബിയ തങ്ങൾ മുശ്രിക്കാണോ അല്ലേ എന്ന് പറയാൻ ലബ്ബാദാരിമക്ക് എന്നല്ല, ഇബ്ലീസ് അടക്കം ഒരൊറ്റ മൗലവിക്കും സാധ്യമേ അല്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, മുഹിയുദ്ദീൻ ഷേഖിന്റെ വാക്കല്ലേ, അതൊക്കെ ഞങ്ങളൊന്ന് പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഒരാളോടും ചോദിക്കരുത്. ഞാൻ ചോദിക്കുന്നു, ലബ്ബാദാരിമി ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത് ഇതിനോട് എതിരാണോ അല്ലേ? നിങ്ങളൊന്ന് പറയണം. ചോദിക്കട്ടെ, കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഈ ചോദ്യം ഈ തോട്ടുമുഖത്തുകാര് എന്നും ലബ്ബയോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, മുഴുവൻ മുജാഹിദുകളോടും. അതെ, സ്വർഗത്തിൽ ഉന്നത പദവി വേണം എന്ന് ചോദിച്ച മഹാനായ റബിയ തങ്ങൾ മുശ്രിക്കാണോ? അതോടൊപ്പം ഈ ലബ്ബയോട് ഒന്നുകൂടി ഞാൻ പറയുന്നു, നിങ്ങൾ എത്തിപ്പെട്ട പാളയമുണ്ടല്ലോ, നിങ്ങൾ തോട്ടുമുഖത്ത് പ്രസംഗിച്ച പ്രസംഗമനുസരിച്ച് തന്നെ അവർ ശിർക്കിലാണ് കേട്ടോ. അത് നിങ്ങൾ അറിയണം. തോട്ടുമുഖത്ത് എന്താ നിങ്ങൾ പറഞ്ഞത്? ജിന്ന് സഹായിക്കും, അതുപോലെ തന്നെ മലക്ക് സഹായിക്കും, പക്ഷേ സഹായം ചോദിക്കാൻ പാടില്ല. പക്ഷേ നിങ്ങളുള്ള മുജാഹിദ് ഏതാണെന്നറിയോ? സക്കരിയ സലാഹിയും ജബ്ബാർ അടക്കമുള്ള മുഴുവൻ മൗലവിമാരും എഴുതിയത് ജിന്നുകളോട് ആവശ്യമായ ഘട്ടത്തിൽ സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നാണ്. എന്റെ ചോദ്യം ഇതോടനുബന്ധിച്ച് ഒന്നുകൂടി ചോദിക്കുന്നു. സക്കരിയ സലാഹി പറയുന്നു, ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല. നിങ്ങൾ പറഞ്ഞു പാടില്ല. ഏതാണ് ശരി? നിങ്ങൾ സമുദായത്തിനൊന്ന് പറഞ്ഞു കൊടുക്കണം, വ്യക്തമായി പറയണം. നിങ്ങളെ വെള്ളം കുടിപ്പിച്ചേ വിടൂ. നിങ്ങൾ ഞങ്ങളെ ഇമാമിങ്ങളെ കിതാബ് വായിക്കാൻ മാത്രം വളർന്നിട്ടില്ല. അത്രയും വലിയ ഒരു അബദ്ധത്തിലാണ് ചാടിപ്പോയത്. റബിയ തങ്ങൾ ഞങ്ങളെ കൂടെയുണ്ട്, ഇതിന് മറുപടി പറയണം. ചോദ്യം എങ്ങനെ ആവർത്തിച്ചതുകൊണ്ട് മാത്രം കാര്യങ്ങൾക്ക് പരിഹാരാവൂല. ഞാൻ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ, ലോകത്ത് ഇന്ന് വരെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമെന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ റാസി നടത്തിയിട്ടില്ല എന്ന് ഇപ്പോൾ വളരെ വ്യക്തമായി. ലോകത്തുള്ള മുഴുവൻ മുഫസ്സിറുകളും, ഞാനിവിടെ തഫ്സീറുകൾ ഉദ്ധരിക്കുമ്പോ റാസിയിലേക്ക് പോയി, ഇപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖിലേക്ക് പോയി. അതെ, നിങ്ങളതൊക്കെ വിട്ടവരാണ്. നിങ്ങൾക്ക് തഫ്സീറുകൾ ഒന്നും പറ്റൂല. തഫ്സീറുകൾ ഖുർആൻ അവിടെ ഇരിക്കട്ടെ എന്നല്ലേ നിങ്ങൾ പറയാ? ഖുർആൻ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ വേറെ കാര്യം പറയാം. ഖുർആൻ പ്രശ്നമല്ല, മുഹീദ്ദീൻ ഷെയ്ഖ് പ്രശ്നമല്ല. പണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്ന എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് യാ മുഹീദ്ദീൻ. പിന്നീട് അത് മാറി, ഇപ്പൊ റസൂലുള്ളാഹിനെ വരെ മാറ്റിയിട്ട് മുഹീദ്ദീൻ എന്നാക്കി. ഇപ്പൊ അവിടെ നിന്നും വിട്ടു. അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പോ നമ്മുടെ CM അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തെയാണ് ഇപ്പൊ നിങ്ങൾ അവിടെ നിന്ന് അള്ളാഹുവിൽ നിന്ന് വിട്ടാ പിന്നെ CM അബൂബക്കർ മുസ്ലിയാരാണ്, ഖുത്ബുൽ ആലമാണ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ട്. അദ്ദേഹം അതിനൊന്നും ഉത്തരവാദിയല്ല കേട്ടോ.
അദ്ദേഹത്തെ ആക്ഷേപിക്കാനോ അവഗണിക്കാനോ ഒട്ടും പറ്റൂല. അദ്ദേഹം ആരാണെന്ന് വിലയിരുത്താൻ നമുക്ക് പറ്റൂല. പക്ഷേ ശരീഅത്തിന്റെ ലാഹിർ അനുസരിച്ച് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാനേ ഉതകൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് ആക്ഷേപിക്കാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് അദ്ദേഹവും അല്ലാഹുമായി മാത്രം പങ്കുവെക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചൊക്കെ തന്നെ നിങ്ങളിങ്ങനെ ആകാശം മുകളിൽ മുട്ടി ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളോട് പറയുന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങനെയുള്ളവരോട് ചോദിച്ചാൽ മതി, ഇപ്പൊ അദ്ദേഹം വഫാത്തായി, അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം. തീർച്ചയായും നിങ്ങൾ പിന്തിരിയണം. മുസ്ലിം ലോകം മുഴുവനും ഈ വലാലത്തിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വലാലത്തിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തണം. ഇതാ നമ്മളൊക്കെ അംഗീകരിക്കുന്ന റൂഹുൽ ബയാൻ അദ്ദേഹം ധരിക്കുകയാണ്. വദല്ലത്തിൽ ആയത്തു അഥവാ റൂഹുൽ ബയാൻ പറയാണ്, ഒരായത്ത് ധരിച്ചുകൊണ്ട് വദല്ലത്തിൽ ആയത്തു അലാ അന്നൽ ഇസ്തിആനത ബിൽ ഖൽഖി ലാ തുഗ്നി ശൈഅൻ. കണ്ടോ, ഇസ്തിഗാസ കൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കുകയില്ല എന്നാണ്. കണ്ടോ, കഴിവില്ലാത്തവരുടെ അടുക്കൽ പോവുക എന്നതല്ലാതെ. അതുകൊണ്ട് ഫലാ തർഫഉ ഹവായിജക ഇല്ലാ പിന്നെ ഇല്ലാ അല്ലാഹു പറയാണ് ഹവായിജക ഇല്ലാമൻ ലാ യശുഖു അലൈഹി ഖളാഉഹാ. കണ്ടോ, ഇല്ലാമൻ ലാ യശുഖു അലൈഹി ഖളാഉഹാ. ആ പദം അവിടെ ഇല്ല. എന്നിട്ട് പോലും അല്ലാഹു എനിക്ക് തൗഫീഖ് നൽകി മനപ്പാടമായി പറയാൻ. നിങ്ങൾ ചിരിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് ഒരെണ്ണം വായിക്കാൻ പറ്റുമോ? ഇതേപോലെ ഒരെണ്ണം വായിക്കാൻ നിങ്ങൾക്ക് കൊണ്ടുപറ്റുമോ? കണ്ടോ, ആ പദം അവിടെ ഇല്ലാതിരുന്നിട്ട് പോലും അത് വായിക്കാൻ അല്ലാഹു എനിക്ക് തൗഫീഖ് നൽകി. ഫലാ തർഫഉ ഹവായിജക. നിങ്ങളുടെ ആവശ്യങ്ങളുമായി നിങ്ങൾ പോകല്ലേ. ആരിലേക്ക്? ഇലാമൻ ലാ യശുഖു അലൈഹി ഖളാഉഹാ. ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരുത്തനിലേക്കല്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങളുമായി നിങ്ങൾ പോകരുതേ എന്നാണ് അദ്ദേഹം വിവരിക്കുന്നത്. കണ്ടോ, അപ്പൊ ഇത്തരത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും വലാ തസ്അൽ ഇല്ലാ മൻ ലാ തഫ്നാ ഖസാഇനുഹു. ഖജനാവ് തീർന്നു പോകാത്ത ആളോടല്ലാതെ ചോദിക്കരുത്. ഖജനാവ് തീർന്നു പോകാത്തവൻ അല്ലാഹു മാത്രമാണ്. വലാ തഅ്തമിദ് ഇല്ലാ അലാ മൻ ലാ യഅ്ജിസു അൻ ശൈഇൻ യൻസുറുക മിൻ ഗൈരി മുഈനിൻ. ഒരു സഹായി ആവശ്യമില്ലാതെ തന്നെ നിന്നെ സഹായിക്കാൻ കഴിവുള്ളവനോട് നീ ചോദിക്കണം. കണ്ടോ, ഒരു സഹായിയും ആവശ്യമില്ലാത്തവൻ അല്ലാഹ് മാത്രമാണ്. അതുകൊണ്ട് ഒരു സഹായിയും ആവശ്യമില്ലാത്ത ഒരുത്തനോട് നിങ്ങൾ ചോദിക്കണം. വയഹ്ഫദുക മിൻ കുല്ലി ജാനിബിൻ. എല്ലാ ഭാഗത്തു നിന്നും നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനായിരിക്കണം. അവനോടായിരിക്കണം നീ ഇസ്തിഗാസ ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിനെ ഒരാളെ രക്ഷപ്പെടുത്തണമെങ്കിൽ, ശഫാഅത്തിലൂടെ പോലും രക്ഷപ്പെടുത്തണമെങ്കിൽ അവന് ഈമാൻ ഉണ്ടാകണ്ടേ. ഈമാൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. റൂഹുൽ ബയാനിലെത്തി. ഈ രൂപത്തില് നിങ്ങൾക്ക് എന്താ പറ്റിയതെന്നറിയോ? ആരാണ് റൂഹുൽ ബയാനിന്റെ മുസന്നിഫ് എന്നറിയോ? നിങ്ങൾ ശിർക്കാക്കാൻ വേണ്ടി, മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ വേണ്ടി ഓതുന്ന ഇൻതദൂഹും എന്ന ആയത്ത് വിശദീകരിച്ച് അല്ലാമ ഇസ്മായിലിലേക്ക് പറഞ്ഞത് വഹാദാ ബിഖിലാഫി തവജ്ജുഹി ഇലാ റൂഹാനിയത്തിൽ അംബിയാഇ വൽ ഔലിയാ. ഇത് ശിർക്കല്ല. അംബിയാക്കൾ ഔലിയാക്കളോട് ഇസ്തിഗാസ ചെയ്യുന്നത് ശിർക്ക്. അത് ശിർക്കേ അല്ല, ബൽ ഹുവ ഐനു തൗഹീദ്. അത് തൗഹീദ് തന്നെയാണ് എന്നാണ് റൂഹുൽ ബയാൻ പറഞ്ഞത്. മറച്ചു വെച്ചല്ലേ വായിച്ചത്? ഞാൻ ചോദിക്കുന്നു, ഈ തോട്ടുമുഖത്ത് വന്ന് ഇമാം ഇസ്മായിലിയുടെ ആ റൂഹുൽ ബയാൻ എന്ന് വായിച്ചു കൊടുക്കാൻ ആണത്തമുണ്ടോ ദാരിമി? ഞങ്ങൾ കയ്യിലങ്ങി തരാം. ഇതാ റൂഹുൽ ബയാൻ ഇൻതദൂഹും എന്നതിന്റെ തഫ്സീർ വായിച്ചു കൊടുക്കൂ നിങ്ങൾ. എന്റെ ചോദ്യം ആവർത്തിക്കുന്നു, റബീഅ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണോ? ചോദ്യം ഒന്നുകൂടി പറയുന്നു, ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ലെന്ന് ദബ്ബദാരിമി. ചോദിക്കാമെന്ന് സക്കരിയ ജബ്ബാർ മൗലവി. ജബ്ബാറും സക്കരിയയും മുശ്രിക്കാണോ? തൊട്ടില്ലല്ലോ. എന്തേ തൊടാത്തത്?
ഇപ്പവിടെ റബിയ തങ്ങൾ പോയി. ഇപ്പൊ മൂപ്പര് എത്തിപ്പെട്ട കൂട്ടേതാ മുജാഹിദ്. നോക്കുമ്പോ അത് അതിലും വലിയ മുശ്രിക്കുകളായി പോയി. അവിടെ എത്തിയത് ജിന്നിനോട് ചോദിക്കാൻ പാടില്ല മൂപ്പര്. നമ്മളെ സ്വലായിയോ ചോദിക്കണീന് ഒരു കുഴപ്പമില്ല. ഇതാ പറയുന്നു, പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ, വഴിയറിയാത്ത മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ആൾ, എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ എന്ന് വിളിച്ചാൽ അത് പ്രശ്നമില്ല, അത് പ്രാർത്ഥനയല്ല, അത് ശിർക്കല്ല എന്ന് ജബ്ബാർ മൗലവി, ആ മലക്കാണെങ്കിലും ജിന്നാണെങ്കിലും ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജബ്ബാർ മൗലവിയും സക്കരിയയും മുശ്രിക്കാണോ? റബിയ തങ്ങൾ മുശ്രിക്കാണോ? ഇപ്പൊ ആകെ കുടുങ്ങി. കാരണം എന്താ? എത്തിയ പടയും ശിർക്കിന്റെ പട. രണ്ടാരൊന്ന് പറയണം. നൗഷാദ് അഹസനി മുശ്രിക്കാണോ എന്ന് ചോദിച്ചാലും ഞാൻ പറയും അല്ല എന്ന് പറയും. എന്താ കാരണം? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്നവരാണ്, പ്രഖ്യാപിക്കുന്നവരാണ്. അതെ, പക്ഷേ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടത് എവിടെയാണ്? അദ്ദേഹവും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചവരാണ്. തക്ബീറിയല്ലേ? അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചയാളാണ്. തക്ബീറിയല്ലേ? എന്താ തക്ബീറില്ലാത്തത് നിങ്ങള്? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമാവോ? നിങ്ങൾ ചോദിക്കാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു മുശ്രിക്ക് റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിച്ച് പ്രഖ്യാപിച്ച മുശ്രിക്കായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ. നിങ്ങൾ മറുപടി എവിടെ നിന്ന് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് എടുത്തോളൂ മറുപടി. അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ മുനാഫിഖാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയല്ലേ ജീവിച്ചത്? സ്വഹാബത്തിന്റെ കൂടെയല്ലേ ജീവിച്ചത്? ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചവരാണ് അവര്. പക്ഷേ അവരുടെ ഹൃദയത്തില് ശിർക്കും കുഫറും മറച്ചു വെച്ച മുനാഫിഖുകളാണ്. റസൂലുള്ളാഹിയുടെ കൂടെ ജീവിക്കുന്നു, സ്വഹാബത്തിന്റെ കൂടെ ജീവിക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയല്ലേ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന കാലത്തോളം നിങ്ങളെ കുറിച്ച് മുശ്രിക്ക് എന്ന് ഞങ്ങൾ പറയൂല. നിങ്ങൾ ചെയ്യുന്ന ഓരോ ശിർക്കിലേക്ക് എത്തിച്ചേരുന്നതും ശിർക്കിന്റേതുമായ ചില കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ പറയുന്നു എന്നതാണ് ഞങ്ങളുടെ ബാധ്യത. അതാണ്, ലോകത്താരെയും മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ ജോലി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പരസ്യമായി ഉച്ചരിച്ചുകൊണ്ട് മരിക്കാത്തവരെ മുശ്രിക്കുകൾ മറവ് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് മറവ് ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചവരാണെങ്കിലോ അവരെ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് മറവ് ചെയ്യുന്നതാണ്. അവരുടെ ഈമാൻ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തോട്ടുമുഖത്തുള്ള ജനവിഭാഗത്തോട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഇവർക്കൊന്നും ചോദിക്കാനില്ല. റൂഹുൽ ബയാൻ പറഞ്ഞല്ലോ, ഇവര് പറയുന്ന ഈ ഇസ്തിഗാസ അത് പറ്റുന്നതാണ്, അത് പുണ്യമാണെന്ന് റൂഹുൽ ബയാൻ എവിടെയാണ് പറഞ്ഞത്? ഒന്ന് പ്രഖ്യാപിക്കാമോ? റൂഹുൽ ബയാൻ ഇവര് പറയുന്ന ഈ ഇസ്തിഗാസ അല്ലാഹുവിനോട് ഞാൻ എന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ, ആ കാര്യങ്ങളൊക്കെ മരിച്ചുപോയ മഹാത്മാവിനോട് ചോദിക്കാം. അത് പുണ്യമാണെന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക് റൂഹുൽ ബയാനിൽ നിന്ന് ഉദ്ധരിക്കാമോ? അദ്ദേഹം പറഞ്ഞല്ലോ റൂഹുൽ ബയാൻ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഒന്ന് പറയട്ടെ, അതുകൊണ്ട് പണ്ഡിതന്മാരെ ഞാൻ വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് സഹകരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാവോ? ഇത് ചോദിക്കാൻ പാടില്ല. പിന്നെ ഏതാണ് ചോദിക്കാവുന്നത്? ഇസ്തിശ്വാ ആകാം, ഇസ്തിദ്ആ ആകാം, അതേ പറ്റുള്ളൂ. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ശഫാഅത്ത് ചോദിക്കാനേ പറ്റുള്ളൂ, ദുആ ചോദിക്കാനേ പറ്റുള്ളൂ, അതേ പറ്റുള്ളൂ. എങ്കിൽ അത് മാത്രം നിങ്ങളൊന്ന് പറ. എന്നിട്ട് നമുക്ക് പണ്ഡിതന്മാര് ഒരുമിച്ചിരുന്ന് അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാം. അതിലേതൊക്കെയാണ് ശരി, അതിലേതൊക്കെയാണ് പാടുള്ളത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നിങ്ങൾ ഇതൊന്നും സമ്മതിക്ക്. ഇത്തരം കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. ഇപ്പോഴും നിങ്ങൾ വാദിക്കുന്നത് ചോദിക്കാമെന്നല്ലേ? നിങ്ങൾ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ചോദിക്കാമെന്നല്ലേ? ഇതാണ് ഞാൻ നിങ്ങളുടെ പേരിൽ ആരോപിക്കുന്നത്. കണ്ടോ, 10,000-കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന ഈ സദസ്സിൽ വെച്ചാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കാണാനും കേൾക്കാനും അറിയാനും അവർക്ക് കഴിയും, അതിന് ഉത്തരം ചെയ്യാനും അവർക്ക് കഴിയും. അവർ എഴുതിവിടുകയും പ്രസംഗിക്കുകയും സംവാദങ്ങളിൽ വാദിക്കുകയും ചെയ്യുന്ന മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ പുണ്യമാണ്
എന്ന് വാദിക്കുന്ന ആ വാദം ഇവർ ആവർത്തിക്കുന്നത് മുസ്ലിം സമൂഹമേ നിങ്ങൾ കേൾക്കുന്നില്ലേ? അതുകൊണ്ട് തീർച്ചയായും നാം ഏറ്റവും ചുരുങ്ങിയത് ഇവർ എന്തോ ലാഭത്തിനു വേണ്ടി മാത്രം നടക്കുന്ന ഒരു വിഭാഗമാണ്. ഇതുവരെയും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ഞാൻ അവിടെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിൽ സ്വർഗം ചോദിച്ചിട്ടില്ല എന്ന ആ വാദം ഞാൻ ഇവിടെ ഇതാ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ സ്വർഗം ചോദിക്കാത്തത് കൊണ്ടാണ്, അതിൽ സ്വർഗം ചോദിക്കാനുള്ള ആഹ്വാനമില്ലാത്തത് കൊണ്ടാണ് സഹാബത്തൊന്നടങ്കം, ആ സഹാബത്ത് മുഴുവനും ആ നിലയിൽ ആ ഹദീസിന്റെ വെളിച്ചത്തില് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാതിരുന്നത്, താബിഈകൾ ചോദിക്കാതിരുന്നത്, താബിഈകൾ ചോദിക്കാതിരുന്നത്. ആ ഉത്തമ നൂറ്റാണ്ടുകളിൽപ്പെട്ട ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പറയണം, അതല്ലെങ്കിൽ ഇതൊന്നും പാടില്ല, ഇസ്തിശ്ഫാ മാത്രമേ പറ്റൂ, ഇസ്തിദ്ആ മാത്രമേ പറ്റൂ എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ വച്ച് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്കൊരു വ്യവസ്ഥ തയ്യാറാക്കി അതിനുവേണ്ടി ഒരു സംവാദം, ചർച്ച വേണ്ട, ചോദ്യോത്തരം മാത്രം വേണ്ട, ഒരു സംവാദം തന്നെ ആകട്ടെ. ഹഖ് തെളിയട്ടെ, ഹഖ് ഏത് ഭാഗത്തുമാണെങ്കിൽ അത് തെളിയട്ടെ. ഇസ്തിശ്ഫാഉം ഇസ്തിദ്ആഉം ജായിസാണ്, അത് നല്ലതാണ്. ഇബ്നു ഹജറൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, സുബിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസത്തു വദ്ദഹം ഇസ്തിഗാസ അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ ഇസ്തിഗാസ? ആ ഇസ്തിഗാസ ഏതാണ്? ഈ ഇസ്തിശ്ഫാഉ ഇസ്തിദ്ആഉ ആണോ, അതോ ഈ പറയുന്ന ഇതേ രൂപത്തിലുള്ള ഇസ്തിഗാസയാണോ? നിങ്ങൾക്കൊന്ന് തെളിയിക്കാമോ? മുജാഹിദുകൾക്ക് കിട്ടിയ മുതലേതായാലും ഉഷാറായി, വളരെ ഉഷാറായിട്ട് സുബുക്കി ബാബൊക്കെ പറഞ്ഞ് സമ്മതിച്ചു നാവൂപ്പര് പറഞ്ഞത്. ശരി, നിങ്ങൾ ഇതിനെ കൊണ്ട് നടന്നോളൂ, ഞങ്ങൾക്ക് കാര്യമുണ്ട്, നിങ്ങൾ ഒഴിവാക്കരുതേ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന്റെ CD മുജാഹിദുകൾ തന്നെ വിതരണം ചെയ്യണേ എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഒരാൾ വഴി അറിയാതെ നടന്നു പോകുമ്പോ ആ വഴിയിൽ വെച്ച് ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന് സക്കരിയ സ്വലാഹി ജിന്നിനോട് തോടാൻ പാടില്ല എന്ന് ലബ്ബമൗലവി. ഏതാണ് ശരി? ഏതാണ് ശരി? സക്കരിയ പറഞ്ഞതാണോ ശരി, അതോ ഈ ഇരിക്കുന്ന ലബ്ബമൗലവി പറഞ്ഞതാണോ? അപ്പൊ ഇവിടെ ശിർക്കുണ്ട് എന്ന് പറഞ്ഞ് പോയി ചാടിയതോ അയാളെ ഭാഷയിൽ തന്നെ ശിർക്കിന്റെ പാതാളത്തിലേക്ക്. കാരണം എന്താ? ജിന്ന് സഹായി എന്തേ തൊടാത്തതിനെ, എന്തേ തൊടാത്തത്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ചോദിച്ച റബിയ തങ്ങൾ മുശ്രിക്കാണോ എന്ന് ചോദിച്ചു, അതിനെ തൊട്ടില്ല. ഇമാമിങ്ങളെ നിർവചനം പറഞ്ഞ് ഇമാമിങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ടില്ല എന്നിട്ട് അത് പറയുകയല്ലേ ചെയ്തത്. റൂഹുൽ ബയാൻ ഞാൻ നേരത്തെ വായിച്ച ഇബാറത്ത് അതില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ കയ്യിൽ അത് തരും, നിങ്ങളെ കൊണ്ടൊന്ന് വായിപ്പിക്കും. ഇസ്തിഗാസ അത് ശിർക്കല്ല, അത് ഐനു തൗഹീദ്, തൗഹീദ് തന്നെയാണെന്നാണ് ഇസ്മായിലുൽ ഹിക്കി പറഞ്ഞത്. അതൊക്കെ ഈ മൗലവി ഏറ്റെടുത്തത് കൊണ്ട് ഈ സംവാദം ഒരു വൻ വഴിത്തിരിവാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് റൂഹുൽ ബയാനും ഇമാം ഈ മുഹയ്യദ്ദീൻ ശൈഖിന്റെ വാചകമൊക്കെ ഇവിടെ വരും, യാതൊരു സംശയവുമില്ല. ഇനി ഞാൻ ഇന്നുകൂടി പറയുന്നു, ഞങ്ങൾക്ക് കിട്ടേണ്ടത് സക്കരിയ സ്വലാഹി മുശ്രിക്കാണോ പറയണം. പിന്നെ സുഹൃത്തെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ അയാളെ പേര് മുനാഫിക്ക് എന്നാണ്. മുസ്ലിമും കാഫിറിന്റെ ഇടയ്ക്ക് മുനാഫിക്ക് എന്നൊരു വകുപ്പുണ്ട്, അത് പഠിക്കണം. വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസത്തു എന്ന് സുബിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്തേ തെളിവായി ഉദ്ധരിക്കാത്തത്? എന്തേ നിങ്ങളത് തെളിവ് ഉദ്ധരിക്കാതിരുന്നത്? ഞാനിവിടെ വാദിച്ച ഇസ്തിഗാസയുടെ അതേ ശൈലിയിലുള്ള ഒരു ഇസ്തിഗാസ അത് അനുവദനീയമാണ്, പുണ്യമാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. മുഴുവൻ പണ്ഡിതന്മാരും എതിരാണ്. കണ്ടോ, ഒമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ് എന്നുള്ള ആയത്ത് ധരിച്ചുകൊണ്ട് ഇമാം റാസി നിങ്ങൾക്ക് വേണ്ടിയല്ല പറയുന്നത്. നിങ്ങൾക്ക് തഫ്സീറുകൾ പ്രശ്നമല്ല, ഹദീസുകളൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. ഇപ്പൊ സ്വഹാബത്തിനെ വരെ നിങ്ങൾ തള്ളിയ രൂപത്തിലേക്ക് നിങ്ങൾ എത്തിയത് എന്തുകൊണ്ടാണ്? കാരണം സ്വഹാബത്ത് ചെയ്യാത്ത ഒരു കാര്യം, സ്വഹാബത്ത് പറയാത്ത ഒരു കാര്യമാണല്ലോ ഇത്.
റബീഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വർഗം ചോദിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെ സ്വർഗം ചോദിച്ചുവെങ്കിൽ സഹാബാക്കളിൽ ആരെങ്കിലും ഒരു മഹാൻ ഇതിന്റെ അടിസ്ഥാനത്തില് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചതായി തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റാത്ത സ്ഥിതിക്ക്, സ്വഹാബത്ത് ചോദിക്കാത്ത സ്ഥിതിക്ക്, മുൻഗാമികളായ പണ്ഡിതന്മാർ ആരും തന്നെ ചോദിക്കാത്ത സ്ഥിതിക്ക് അത് നല്ലതാണ്, പുണ്യമാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഇസ്ലാമിന്റെ ചരിത്ര പരമ്പര മുഴുവനും നിങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മഹാനായ ഇമാം റാസി തങ്ങള് ഈ ആയത്തിനെ അഥവാ വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ് എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് വഅയ്ളൻ ഫീഹി തംബീഹുൻ, ഈ ഇതിൽ ഉണർത്തലുണ്ട് അലാ ഫസാദി തരീഖത്തി മൻ ഇസ്തആന ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരുടെ മാർഗം, അവരുടെ തരീഖത്ത് ഫസാദാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എന്തുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരുടെ മാർഗം ഫസാദാണെന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയാൻ കാരണം? ഫഇന്നൽ മുശ്രികീന, മുശ്രിക്കുകൾ കാനു അവർ ആയിരുന്നു യസ്തഈനൂന, അവർ സഹായം ചോദിക്കുന്നവരായിരുന്നു ബിൽ അസ്നാമി, ബിംബങ്ങളോട് സഹായം ചോദിക്കുന്നവരായിരുന്നു. കേട്ടോ, അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരുടെ തരീഖത്ത് ഫസാദാണ്, അത് നാശമാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം ഉദാഹരിച്ചതെന്താണ്? മുശ്രിക്കുകൾ ബിംബങ്ങളോട് സഹായം ചോദിക്കുന്നവരായിരുന്നു. അവർ പറയുന്നതാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഈ ബിംബങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നവർ പറയുന്നതാണ്. അതേപോലെ തന്നെ പ്രകൃതിവാദികളും അവർ ഫലക്കുകളോടാണ്, ഗ്രഹങ്ങളോടാണ്, ഗോളങ്ങളോടുമൊക്കെ സഹായം ചോദിക്കുന്നു. നക്ഷത്രങ്ങളോടും ചോദിക്കുന്നു. പ്രകൃതിയോടും ചോദിക്കുന്നു. ഇതല്ലാത്ത പലതിനോടും ചോദിക്കുന്നു. ആ വയറിൽ എന്തൊക്കെ ഉൾപ്പെടും? അതെ, എല്ലാം ഉൾപ്പെടുന്നതാണ്. ആരോടൊക്കെ സഹായം ചോദിക്കുന്നു അവരൊക്കെ ഉൾപ്പെടുന്നതാണ്. യഹൂദികൾ പറയുമായിരുന്നു ആഖിറത്തിലെ ശിക്ഷ ഒഴിവായി കിട്ടുന്നതിന് അവർ പറയുന്നതാണ് ഇന്നഹും മിൻ ഔലാദിൽ അംബിയാ, അവർ അംബിയാക്കളുടെ മക്കളാണ്, ഞങ്ങളെ അല്ലാഹു ശിക്ഷിക്കൂല എന്ന് ജൂതന്മാരും പറയുമായിരുന്നു. വന്നസാറ, അവരും നസാറാക്കളും കാനൂ യഖൂലൂന, അവർ പറയുമായിരുന്നു സാലിസു സലാസ, അല്ലാഹ് മൂന്നാമത്തവനിൽ മൂന്നാമത്തവനാണ്, മൂന്നാളുകളിൽ മൂന്നാമത്തവരാണെന്ന് അവരും പറയുമായിരുന്നു. ഫജമീഉൽ ഫിറഖി, ഈ പറയുന്ന കൂട്ടരൊക്കെ തന്നെ അതിസ്തആനു ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു അലാ ഫസാദി തരീഖത്തി, അഥവാ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരുടെ തരീഖത്ത് ഫസാദാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. വഅമ്മൽ മുഅ്തസിലതു, മുഅ്തസിലിയാക്കൾ ഫഹും ഫിൽ ഹഖീഖത്തി മാ അസ്ലമത വുജൂഹഹും ലില്ലാഹ്, മുഅ്തസിലിയാക്കളും അവരുടെ യുക്തിയോട് സഹായം ചോദിക്കുന്നവരാണ്. ഇത് അന്നഹും യറൗന ത്വാഅത്തൽ മൂജിബത ലിസവാബിഹിം മിൻ അൻഫുസിഹിം, അവർക്ക് അമലുകൾക്ക് പ്രതിഫലം അനിവാര്യമാണ്, വാജിബാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള മുഅ്തസിലിയാക്കള് അവർ ആരാധിക്കുന്നത് അവരുടെ സ്വന്തം യുക്തിയോടാണ് അവർ സഹായം ചോദിക്കുന്നത്. കണ്ടോ, ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നത് അത് വളരെ വഴികേടാണ്, ഫസാദാണ്. വൽ മഅസിയത്തുൽ മൂജിബത്തുൽ ഇഖാബിഹിം അൻ അൻഫുസിഹിം, അവരുടെ ശിക്ഷ കിട്ടുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവർ യുക്തിയെ ആരാധിക്കുന്നു. ഫഹും ഫിൽ ഹഖീഖത്തി ലാ യർജൂന ഇല്ലാ അൻഫുസഹും, അവർ യഥാർത്ഥത്തിൽ മുഅ്തസിലിയാക്കൾ ആഗ്രഹിക്കുന്നത് അവരുടെ സ്വന്തം യുക്തിയെ തന്നെയാണ്, അവരുടെ നഫ്സുകളെ തന്നെയാണ്. വലാ യഖാഫൂന ഇല്ലാ അൻഫുസഹും വ അമ്മാ അഹ്ലുസ് സുന്നത്തി, എന്നാൽ അഹ്ലുസ് സുന്നത്തിന്റെ നിലപാടെന്താണ്? അല്ലദീന ഫവ്വദു തദ്ബീറ വത്തക്ബീന വൽ ഇബ്ദാഅ വൽ ഖൽഖ ഇലൽ ഹഖ് സുബ്ഹാനഹു വതആല. കണ്ടോ, സർവസ്വവും അല്ലാഹുവിലേക്ക് ബരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന അഹ്ലുസ് സുന്നത്തിന്റെ നിലപാടെന്താണ്?
കണ്ടോ അവരുടെ നിലപാടെന്താണ്? അവർ അള്ളാഹുവിലേക്ക് മാത്രം സമർപ്പിക്കലാണ്. ശരി, അതാണ് ഈ പറഞ്ഞത്. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നവരുടെ മാർഗം പിഴച്ചതാണ് എന്നല്ലേ റാസി വായിച്ച് തെളിയിച്ചത്? ശരി, അത് തന്നെയാ സക്കരിയ സലാഹിയുടെ മാർഗം, അത് തന്നെയാ ജബ്ബാർ മൗലവിയുടെ മാർഗം, അത് തന്നെയാ ചെറിയ മുണ്ടത്തിന്റെ മാർഗം, അതാ മുജാഹിദിന്റെ മാർഗം. അഥവാ ഒരാൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരെയും കാണുന്നില്ല, അപ്പോൾ ജിന്ന് അല്ലാഹു ആണോ? പറയണ്ടേ മറുപടി. ജിന്ന് അല്ലാഹു ആണോ? ജിന്നെ മലക്കെ സഹായിക്കണേ എന്ന് പറയുന്ന മാർഗം അത് നിങ്ങൾ സക്കരിയക്ക് വായിച്ചു കൊടുക്കുക, ജബ്ബാർ മൗലവിക്ക് വായിച്ചു കൊടുക്കുക. ഞങ്ങളെ മദ്ഹബ് അതിന്റെ അവസാനത്തിൽ റാസി പറഞ്ഞ് നിങ്ങൾ തന്നെ വായിച്ചല്ലോ. അഹ്ലുസുന്നത്തിന്റെ നിലപാട് എല്ലാ പ്രവർത്തനവും അതിന്റെ തദ്ബീർ അതിങ്ങനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്, അതിന്റെ നിയന്ത്രണം, അതിന്റെ സൃഷ്ടിപ്പ് അതല്ലാഹുവാണ്. അത് ഞങ്ങൾ അങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നത്. ഒരു ഡോക്ടറെ സമീപത്ത് എന്ന് ഞങ്ങളെ രോഗം മാറ്റണമെന്ന് പറയുമ്പോ ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലാഹുവാണ് രോഗം മാറ്റുന്നവൻ, ഡോക്ടർ കാരണമാണ്. ഇതുപോലെ നബി തങ്ങളെ സ്വർഗം വേണമെന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞങ്ങൾക്കതിന് ചാൻസ് ഉണ്ടാക്കി തരുന്ന ശുപാർശകനാണ്. ശരി, നിങ്ങൾ പറയൂ. സക്കരിയ സലാഹി പറയുന്നു, അതുപോലെ നിങ്ങൾ ഉദ്ധരിക്കുന്ന, നിങ്ങൾ ചെന്നുപെട്ട ഈ മുജാഹിദുകൾ അവരാണ് പറയുന്നത് എന്ത്? ജിന്നിനോട് സഹായം തേടാം. നിങ്ങൾ പറയുന്നു പാടില്ല. ഞാൻ ചോദിക്കുന്നു, ഈ മുശ്രിക്കുകളുടെ കൂട്ടത്തിലാണോ ദാരിമി നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്? എന്തേ മിണ്ടാത്തത്? അസ്അലുക മുറാഫഖതക എന്ന് ചോദിച്ച റബിയതങ്ങൾ മുശ്രിക്കാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞില്ല, പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇപ്പോൾ ഞാൻ ചോദിച്ചു, ജിന്നിനോട് സഹായം തേടാമെന്ന് പറയുന്ന സക്കരിയ മുശ്രിക്കാണോ? അതും പറഞ്ഞില്ല. സക്കരിയ സ്വലാഹിയുടെ പ്രസംഗത്തിന് മറുപടി പറയലല്ല എന്റെ ജോലി. ഞാൻ തോട്ടുമുഖത്ത് പ്രസംഗിച്ച പ്രസംഗത്തിന് മറുപടി പറയലാണ് എന്റെ ജോലി. അത് പോയോ? അത് മറന്നുകൊണ്ട് സംസാരിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് വ്യവസ്ഥ, നിങ്ങൾ തീർച്ചയായും വ്യവസ്ഥ പാലിക്കണം. ഞാൻ ഇവിടെ വായിച്ചതെന്താണ്? അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരുടെ മാർഗം അത് പിഴച്ച മാർഗമാണ്, ഫസാദിന്റെ മാർഗമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടെന്താണ്? വഅമ്മാ അഹ്ലുസുന്നത്തി അല്ലദീന ഫവ്വദു തദ്ബീറ വത്തക്വീന വൽഇബ്ദാഅ വൽ ഖൽഖ ഇലൽ ഹഖ് സുബ്ഹാനഹു വതആല. സർവകാര്യങ്ങളും പടച്ച തമ്പുരാനിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ വഅതഖദു, അവർ വിശ്വസിച്ചിരിക്കുന്നത് അന്നഹു ലാ മൂജിദ വലാ മുഅ്സിറ ഇല്ലല്ലാഹ്, അള്ളയല്ലാതെ സൃഷ്ടിക്കുന്നവനും നന്മ സൃഷ്ടിക്കുന്നവനും അള്ളയല്ലാതെ വലാ മൂസിറ ഫലം ചെയ്യുന്നവനും അള്ളയല്ലാതെ മറ്റാരും തന്നെയില്ല. ഫഹുമുല്ലദീന അസ്ലമു വുജൂഹഹും ലില്ലാഹ്, അവർ അവരുടെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിലാണ് സമർപ്പിച്ചിട്ടുള്ളത്. വഅവ്വലു ബിൽ കുല്ലിയത്തി അലാ ഫളില്ലാഹ്, ലോകത്ത് നടക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും അത് അല്ലാഹുവിന്റേതാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവരുടെ ജീവിതത്തിൽ അവർ അല്ലാഹുവിനെയാണ് സർവ്വ ആവശ്യങ്ങൾക്കും വിളിക്കുന്നത്. അവർ രക്ഷപ്പെടുമ്പോൾ അല്ലാഹുവാണ് രക്ഷപ്പെടുത്തിയത് എന്നാണ് അവർ പറയുന്നത്. അവർക്ക് കാവൽ ലഭിക്കുമ്പോൾ അല്ലാഹുവാണ് കാത്തത് എന്നാണ് പറയുന്നത്. ഇവർ ഒരു ആപത്തിൽ അകപ്പെടുമ്പോഴും മശായിഖന്മാര് കാത്തു എന്നല്ലേ പറയുന്നത്. മശായിഖന്മാര് കാത്തു, അഥവാ ഏതെങ്കിലും വാഹനങ്ങൾ മുട്ടി അപകടപ്പെടുമ്പോ അവർ ഉടനെ തന്നെ പറയുന്നെന്താ? അവർക്കൊന്നും പറ്റിയില്ലെങ്കിൽ അവർ പറയും ഞങ്ങളെ മശായിഖന്മാര് കാത്തു. എന്തേ അങ്ങനെ പറഞ്ഞാൽ? അതാണ് ചോദിക്കുന്നത്. അങ്ങനെ ജീവിതത്തിന്റെ വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, മുഴുവൻ മേഖലകളിലും അള്ളാഹു അല്ലാത്തവരെ മനസ്സിൽ പൂജിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും വിശ്വാസവും മറ്റു കാര്യങ്ങളും അള്ളാഹു അല്ലാത്തവരിലേക്ക് സമർപ്പിച്ചുകൊണ്ടും അള്ളാഹു അല്ലാത്തവരിൽ തവക്കുലാക്കിക്കൊണ്ടുമാണ് ഇവർ ജീവിക്കുന്നത്. ഇവരുടെ നിലപാടതാണ്. ഇതൊരിക്കലും ഇസ്ലാം അല്ല. ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനല്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്,
നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. അഥവാ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയില് അതിന്റെ വിശദീകരണമുണ്ട്. അഥവാ അന്നത്തെ ആളുകളൊക്കെ തന്നെ അവർ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. അഥവാ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന രീതി നല്ലതല്ല, അതുകൊണ്ടാണ് ഈ ആയത്തിറങ്ങിയതെന്ന് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയില് മഹാനായ ഷാഹു വലിയുല്ലാഹി ദഹ്ലവി തങ്ങള് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ വായിച്ചു നോക്കാൻ കഴിയുമെങ്കിൽ വായിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിലിപ്പോ ഹസറില്ലെന്നാണ് പറയുന്നത്. ഇമാം ബൈളാവിയെ പോലുള്ള മുഫസ്സിറുകൾ പറഞ്ഞിട്ടും ഹസറില്ലെന്നാണ് പറയുന്നത്. എന്തിനാണ് ഹസറില്ല എന്ന് പറയുന്നത്? ഹസറില്ല എന്ന് പറയുന്നത് അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകാൻ പറ്റുമല്ലോ ആരാധനകളുമായിട്ട്. അപ്പൊ അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇപ്പൊ പോയിട്ടുണ്ടോ ഇല്ലയോ? പോകാനുള്ള ഒരു ചാൻസിനാണ് മാത്രം എടുത്തു കളഞ്ഞിരിക്കുന്നത്. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതില് മാത്രം എന്തിനാണ് എടുത്തു കളഞ്ഞത്? നിങ്ങൾ എന്തിനാണ് എടുത്തു കളഞ്ഞത് മാത്രം? ഇതേ ആവശ്യത്തിന് തന്നെയാണ് നിങ്ങൾ പടച്ചുണ്ടാക്കിയ ഈ കടുത്ത വലാലത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ നിന്നും മാത്രം എടുത്തു കളഞ്ഞത്. മുൻകാല പണ്ഡിതന്മാർ മുഴുവനും തഫ്സീറുകള് ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോ ആ തഫ്സീർ പരിഭാഷകളിലൊക്കെ തന്നെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് തഫ്സീർ പരിഭാഷ എഴുതിയിരിക്കുമ്പോൾ ഇന്നത്തെ പുതിയ തഫ്സീറിൽ എന്തേ മാത്രം എടുത്തു കളഞ്ഞത്? എന്റെ കയ്യിലുണ്ട്, അതൊക്കെ എന്റെ കയ്യിലുണ്ട്. മുൻകാല പണ്ഡിതന്മാരൊക്കെ തന്നെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിന് തഫ്സീർ പരിഭാഷ എഴുതുമ്പോ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. എന്തേ പറയാൻ നിവൃത്തിയില്ല? ഇവിടെ ഇല്ലാത്ത കടുത്ത വലാലത്ത് വാദിക്കുകയും അത് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോ സാധാരണക്കാരായ ആളുകൾ പോലും ചോദിക്കൂലേ, എന്താ മുസ്ലിയാരെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അള്ളാഹ് പഠിപ്പിച്ചത് അങ്ങനെയല്ലേ? ഇത് പിന്നെന്താ നിങ്ങൾ പറയുന്നത് അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കൽ പുണ്യമാണ്? ഇതുവരെ എല്ലാ അവസരങ്ങളിലും പ്രസംഗിച്ചു എന്നല്ലാതെ ഒരൊറ്റ ചോദ്യത്തിനും മറുപടി പറയാൻ ഈ മൗലവിക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ തെളിവാണ് തോട്ടുമുഖം സംവാദം. ആദ്യം മുതൽ ഞങ്ങൾ ചോദിച്ചു, തബ്റാനി ഇമാമിന്റെ സനദ് വായിച്ചില്ല, സ്വഹീഹാണെന്ന് പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ചോദിച്ചു അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ചോദിച്ച നബിയെ തങ്ങൾ മുശ്രിക്കാണോ എന്ന് ചോദിച്ചു, പറഞ്ഞില്ല. പിന്നെ ഇയാൾ തന്നെ ഇവിടെ തോട്ടുമുഖത്ത് വന്ന് പ്രസംഗിച്ചു, ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല, മലക്കിനോട് സഹായം ചോദിക്കാൻ പാടില്ല. സീഡ് ഞങ്ങളെ കയ്യിലുണ്ട്, പക്ഷേ നിങ്ങൾ പോയി, അതുകൊണ്ടാ ചോദിച്ചത്, നിങ്ങൾ എത്തിപ്പെട്ട ഗ്രൂപ്പ് ഉണ്ടല്ലോ സക്കരിയ, അതുപോലെയുള്ള മൗലവിമാർ, അവർ പഠിപ്പിക്കുന്നു ജിന്നിനെ വിളിക്കാം, അവർ രക്ഷകരാണ്. ഞാൻ ചോദിക്കട്ടെ, സക്കരിയ സ്വലാഹി മുശ്രിക്കാണോ? അതിനും മിണ്ടിയില്ല. അപ്പൊ എന്തായി? ഈ ലബ്ബാദാരിമിയുടെ വാദമനുസരിച്ച് നബിയതങ്ങളും അതുപോലെയുള്ള മുഴുവൻ സ്വഹാബികളും മുശ്രിക്ക്, കൂട്ടത്തിൽ ഇവരെ നേതാവായ മുഴുവൻ മൗലവിമാരും മുശ്രിക്ക്. ഇനിയിപ്പോ സ്വർഗത്തിൽ ആര് മാത്രം? നമ്മളെ ലബ്ബ മാത്രം. അതൊക്കെയാണ് മുജാഹിദുകളെ, നല്ല സാധനം തന്നെയാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, എടുത്തോളൂ. ഈ ജാതി സാധനത്തിന് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ എടുത്തോ, നല്ല മുതല. ഇസ്തിഹാസ അംഗീകരിക്കുകയും ചെയ്തു. കാരണം നബവി ഇമാമും റംലി ഇമാമൊക്കെ പറഞ്ഞല്ലോ അത് റെഡിയാണ്, ഇസ്തിഹാസ ശരിയാണ് എന്നും പറഞ്ഞു. റൂഹുൽ ബയാൻ ഞങ്ങൾ ഇതാ വായിക്കുന്നു, വ്യക്തമാണ്. മുശ്രിക്കീങ്ങളോട് സഹായം ചോദിക്കുന്നത്, അല്ലെങ്കിൽ മുശ്രിക്കുകൾ അവരെ ബിംബങ്ങളോട് ചോദിക്കുന്നത് ഔലിയാക്കളോട് ചോദിക്കും പോലെയല്ല. പിന്നെയോ അത് തൗഹീദ് തന്നെയാണ്, അത് ശിർക്കല്ല എന്നാണ് റൂഹുൽ ബയാൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് വളരെ വ്യക്തമായി ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നതിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ. സ്വർഗം നബി തങ്ങൾ ഞങ്ങൾക്ക് ശുപാർശ ചെയ്ത് വാങ്ങിത്തരും. അതാ റബിയതങ്ങൾ ചോദിച്ചത്. റബിയതങ്ങൾ മുസ്ലിമാണെങ്കിൽ ഞങ്ങൾ മുസ്ലിമാണ്. അപ്പൊ ആ വിഷയം ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. തോട്ടുമുഖത്ത് എന്റെ പ്രസംഗമാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അവിടെ എന്തൊക്കെയാ പറഞ്ഞെന്ന് എനിക്കറിയാം. വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ കൃത്യമായി ഞാൻ എഴുതിയെടുത്തിരിക്കുന്നതായി കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞാൻ തോട്ടുമുഖത്ത് പ്രസംഗിക്കാത്ത കാര്യം പറഞ്ഞാൽ, പക്ഷെ ഞാനത് നിഷേധിക്കാനും തയ്യാറില്ല. അവർ പറഞ്ഞ വാദം നിഷേധിക്കാൻ തയ്യാറില്ല. പക്ഷേ ആ പ്രസംഗം ഞാൻ നടത്തിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. സീഡി പരിശോധിക്ക്. ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്ന്, ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത് ആ സീഡിയിൽ ഒന്ന് കേൾപ്പിക്കേ, ഒന്ന് കേൾപ്പിക്കേ.
ജിന്നിനോട് സഹായം തേടാൻ പാടില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ മലക്കുകള് ഇല്ല ഇരിക്കട്ടെ, മലക്കുകള് ഇവിടെ മഴ പെയ്യിക്കുന്നത് മലക്കാണ്, അതുകൊണ്ട് മലക്കിനോട് ചോദിക്കാവോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അല്ല ചോദിക്കട്ടെ, ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പറ. ഇവിടെ ജിന്നിനോട് ചോദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ലബദാരിമി തന്നെ പരിശോധിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി സദസ്സോ സ്റ്റേജിലുള്ള മറ്റുള്ളവരോ അല്ല ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. ഈ വിഷയം ലബദാരിമിയാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു. പരിശോധിക്കാൻ അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ബാക്കി സമയം അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുന്നതുമാണ്. ഇതുവരെ സംസാരിച്ച സമയം മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി എത്ര സമയം ബാക്കിയുണ്ടോ അത് അദ്ദേഹത്തിന് കൊടുക്കും. CD ഇപ്പോൾ പരിശോധിക്കുകയാണ്. പരിശോധിക്കാൻ ലാപ്ടോപ്പ് എടുത്തു വെക്കേണ്ടതാണ്. സദസ്സ് നിശബ്ദമാവുക. സദസ്സ് നിയന്ത്രിക്കാൻ ഇവിടെ മധ്യസ്ഥന്മാരുണ്ട്, വളണ്ടിയർമാരുമുണ്ട്. അതുകൊണ്ട് പരസ്പരം നിങ്ങൾ സംസാരിക്കരുത്. ദയവേത് ഇത് അവസാനിക്കുന്ന സമയമാണ്. ഭംഗിയായി അവസാനിപ്പിക്കുന്നതിന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. മൗലവിയുടെ പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജിന്നിനോട് സഹായം ചോദിക്കാം എന്ന് മൗലവി പറഞ്ഞു എന്നാണ് പ്രതിപക്ഷം വാദിച്ചത്. ജിന്നിനോട് സഹായം ചോദിക്കാം എന്ന് മൗലവി ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണ് മൗലവി പറഞ്ഞത്. പാടില്ല എന്നാണോ പറഞ്ഞത്? അതാണോ പറഞ്ഞത്? ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, പാടില്ല. ഇതെന്താ കേൾക്കണത്? ഇതേ രൂപത്തിലുള്ള സുന്നികൾ ജിന്നിനോട് പാടില്ല, ഞാനത് അംഗീകരിക്കാണ്. ഇനി എന്തിനാ കൽപ്പിക്കുന്നത്? എന്നാ പിന്നെ സക്കരിയ മുശ്രിക്കാണോ? സക്കരിയ മുശ്രിക്കാണോ എന്ന് പറയണം. അല്ലല്ല, ഇതൊക്കെ സാധാരണ സമയങ്ങളിൽ അവസാന സമയമാകുമ്പോഴുണ്ടാകാവുന്ന ഒരു പ്രയാസമാണ് അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ പിന്നെ എല്ലാവരും ഒന്ന് അടങ്ങിയിരിക്കണം. കാരണം ഇത് സ്വാഭാവികമാണ്. ഇത്തരം പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു രീതി ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരിയല്ല. ഏതായിരുന്നാലും മൗലവിയുടെ വാദം ജിന്നുകളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തുടർന്ന് അദ്ദേഹത്തിനോട് 5 മിനിറ്റ് സംസാരിച്ച് അവസാനിപ്പിക്കുന്നതിനുള്ള ഇവിടെ സമാപനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പരിപാടി. ലബദാരിമിക്ക് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ സംശയം വന്നിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു വിഷയം ഇവിടെ പറഞ്ഞു പോയത്. അദ്ദേഹം തന്നെ അത് തിരുത്തിയിരിക്കുന്നു. പരിപാടിയുടെ അവസാനമാവുമ്പോൾ സുഹൃത്ത് പറഞ്ഞതുപോലെ ഉണ്ടാവുന്ന വിഭ്രമത്തിന്റെ ഒരു ഭാഗമെന്നേ ഇത്തരം വിഷയങ്ങളെ നമ്മൾ പരസ്പരം മനസ്സിലാക്കേണ്ടതുള്ളൂ. അദ്ദേഹത്തിന് ബാക്കിയുള്ള 4 മിനിറ്റ് നേരം അദ്ദേഹം പ്രസംഗിക്കുന്നതാണ്. അതിന് ക്ഷണിച്ചുകൊള്ളുന്നു. എനിക്കിനി ഈ വിഷയ സംബന്ധമായി കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരോടും ഞാൻ ഒരു ഉപദേശം എന്ന നിലക്ക് പറയുന്നു. തോട്ടുമുഖത്തെ പ്രസംഗം, അവിടെ പ്രസംഗിച്ച മുഴുവൻ വിഷയങ്ങളും അത് സത്യമാണ് എന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. അതിൽ ഒരബദ്ധവും ചൂണ്ടിക്കാണിക്കാൻ മറുപക്ഷത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ മുസ്ലിം ഭൂരിപക്ഷം അവകാശപ്പെടുന്ന ആ വിഭാഗത്തിൽ ഇന്ന് നിലവിലുള്ള നേരത്തെ പറഞ്ഞ വിശദീകരിച്ച ആ കടുത്ത വലാലത്ത് അതവർ അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായും അതിൽ നിന്ന് നിങ്ങൾ പിന്മാറണം, ഈ സമുദായത്തെ രക്ഷപ്പെടുത്തണമെന്നാണ് ഞാൻ വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അഥവാ അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കാമെന്ന
ആ ഇസ്തിഗാസ അതിവിടെ തെളിഞ്ഞിട്ടില്ല. ഞാനിവിടെ പറഞ്ഞ ആ ഇസ്തിഗാസ ഒന്നുകൂടി അത് സ്ഥിരപ്പെട്ടിരിക്കുകയാണ്, അഥവാ അത് പാടില്ല എന്ന് സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. അതിനെതിരായി എന്റെ പ്രസംഗത്തിനെതിരായി ഒരൊറ്റ തെളിവ് പോലും ഉദ്ധരിക്കാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കാനുള്ളത്, നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് മടങ്ങുക എന്നതാണ്. അഥവാ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഉദ്ഊനി അസ്തജീബ് ലക്കും, നിങ്ങളെല്ലാവരും എന്നോട് ദുആ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇങ്ങനെ ലോകത്ത് പറയാൻ അധികാരമുള്ള ഒരൊറ്റ സൃഷ്ടി പോലുമില്ല. ഉദ്ഊനി, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യാമെന്ന് പറയാൻ അധികാരമുള്ള അവകാശമുള്ള ഒരൊറ്റ ശക്തി ലോകത്തില്ല. അത് അല്ലാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, സങ്കടങ്ങൾ പറയുക, ആവലാതിപ്പെടുക. നിങ്ങളുടെ ആരാധനകളൊക്കെ തന്നെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രമായി സമർപ്പിക്കുക. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇദാ സഅൽത ഫസ്അലില്ലാ, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കൊണ്ട് സ്വർഗത്തിൽ കിടക്കുന്ന അനേകങ്ങളുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതെല്ലാം അംഗീകരിക്കുന്നവരാണല്ലോ ഞാനെന്നല്ല ഈ മുജാഹിദ് പക്ഷം. അത് അംഗീകരിക്കാത്തവരാണെന്ന് ഒരിക്കലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ശഫാഅത്ത് ചെയ്യും. ശഫാഅത്തുൽ ഉളുമയെ കുറിച്ച് മുജാഹിദുകൾ തന്നെ എത്രയോ എഴുതിയതായി ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് ശഫാഅത്തുണ്ട്, ശഫാഅത്തുൽ ഉളുമയുണ്ട്. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വിശ്വാസികളെ, കുറ്റവാളികളായ വിശ്വാസികളെ നരകത്തിൽ നിന്ന് റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് മുഖേന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയാൻ വേണ്ടി ഈ ലോകത്ത് വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രഖ്യാപനത്തെ മറികടന്നുകൊണ്ട്, അതിനെ വികലമാക്കിക്കൊണ്ട് അള്ളാഹുവിനോ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നും അള്ളാഹുവെ നിന്നെ മാത്രം ആരാധിക്കുക എന്നതല്ല, നിന്നെ ആരാധിക്കുക എന്ന് മാത്രം എടുത്തു കളഞ്ഞിട്ട് ജനങ്ങളെയൊക്കെ വഴികേടിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരുപക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് റസൂലുള്ളാഹിയുടെ ശഫാഅത്തിൽ ഉൾപ്പെടാൻ അവർക്ക് സാധ്യമല്ല. അവർക്ക് സുഹ്ഖൻ എന്നുള്ള വാക്കിൽ മാത്രം അവർ അവശേഷിക്കേണ്ടി വരും, അവർക്ക് ഉൾക്കൊള്ളേണ്ടി വരും. അകലെ പോകണം. കാരണം അവർ റസൂലുള്ളാഹി പറഞ്ഞതിനെതിരെ ചെയ്തവരാണ്, റസൂലുള്ളാഹി ചെയ്യാത്തത് ചെയ്തവരാണ്, സ്വഹാബത്ത് ചെയ്യാത്തതും പറയാത്തതും സ്വീകരിക്കാത്തതുമായ നിലപാടുകൾ സ്വീകരിച്ചവരാണ്. മുസ്ലിം പാരമ്പര്യത്തിൽ എവിടെയും പരിചയമില്ലാത്ത ഈ കടുത്ത മലാലത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. ഇവർക്കൊരിക്കലും റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് കിട്ടൂല. അല്ലാഹു നമ്മെ എല്ലാവരെയും ഹിദായത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംവാദത്തിന്റെ പ്രഥമഘട്ടത്തിൽ വാക്കുകളിൽ വന്ന ചില തെറ്റിദ്ധാരണകൾ ഇവിടെ ആദ്യമായി തന്നെ എന്റെ ഭാഗത്തുനിന്നുണ്ടായത് ക്ഷമ ചോദിച്ചിരുന്നു. അവസാനം ഞാൻ പറഞ്ഞ ആദർശം തന്നെ ലബദാരിമി മുജാഹിദ് പക്ഷമെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് സമ്മതിച്ചത് എന്റെ ആശയം ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമതിവിടെ സുന്നിപക്ഷം തുടർച്ചയായി 3 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യാവസാനം 3 ചോദ്യങ്ങളും സുന്നിപക്ഷം വളരെ കൃത്യമായി തന്നെ ചോദിച്ചിരുന്നു എന്നാണ് വ്യവസ്ഥ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം വ്യവസ്ഥ ചർച്ച ചെയ്തിരുന്ന യോഗത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ അന്നുണ്ടായിരുന്ന ചർച്ച ചോദ്യത്തിന് ഉത്തരം പറയും എന്ന് തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ തുടർച്ചയായി ഉത്തരം പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ പല വിഷയങ്ങളിലും ഉത്തരം പറഞ്ഞു എന്ന് തോന്നിപ്പിക്കും വിധം ദാരിമി സംസാരിച്ചിരുന്നു എന്നതും സത്യമാണ്. പക്ഷേ ഉത്തരം പറഞ്ഞില്ല എന്ന് ആരോപണം നിരന്തരം വന്നപ്പോ ആ ആരോപണത്തെ ഗണ്ണിക്കാനോ വ്യക്തമായി അവർ ആവശ്യപ്പെട്ടതുപോലുള്ള ഉത്തരം പറയാനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്റെ നിരീക്ഷണം. അതുപോലെ ഇവിടെ മൂന്നാമത് ചോദിച്ച സക്കരിയ സ്വലാഹിയെ കുറിച്ചുള്ള ചോദ്യം,
ആ ചോദ്യത്തിനും വ്യക്തമായ മറുപടി പറയാതെ പോവുകയാണുണ്ടായത് എന്നാണ് സുന്നിപക്ഷം ആരോപിച്ചത്. ഈ ആരോപണങ്ങൾക്ക് മുഴുവനും അവസാന അവസരത്തിൽ മറുപടി പറയാൻ ലബ്ബദാരിബിക്ക് കഴിയുമായിരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ആ അവസാന അവസരം അങ്ങനെ തന്നെ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്തുവാൻ പറ്റുമായിരുന്നു. കാരണം ഈ 3 ചോദ്യങ്ങൾക്കും ഒന്നിച്ചുള്ളൊരു മറുപടി അദ്ദേഹം അവസാന അവസരത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഈ ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ സമ്പൂർണ്ണ മറുപടി ആകുമായിരുന്നു. എന്തോ കാരണവശാൽ മറുപടി ഉണ്ടോ ഇല്ലേ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ഞാനൊരു മധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അദ്ദേഹം പറയാത്തതിന്റെ പേരിൽ അങ്ങനെ ഉത്തരമായി മാറിയതുമില്ല. പക്ഷെ ഈ സദസ്സ് ആദർശത്തോടുള്ള കൂറുകൊണ്ടാണ് 2 ഭാഗത്തു നിന്നുള്ള സദസ്സും പണ്ഡിതന്മാരോട് സഹകരിച്ചിരുന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തുടർന്നും ഇത്തരം സംവാദങ്ങൾ സംഘടിപ്പിക്കാനും തുടർന്നും ഇത്തരം നല്ല വേദികളിലൂടെ ഹക്ക് കണ്ടെത്താൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾക്ക് വേണ്ടി നിങ്ങളെന്നും മുന്നിട്ടിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഈ സദസ്സ് സ്നേഹപുരസരം സൗഹൃദപൂർവ്വം പിരിഞ്ഞു പോകാൻ പറ്റും വിധമാണ് ഇവിടെ ചർച്ചകൾ നടന്നത്. ഇത്തരം വേദികൾ ഇനിയും ഉണ്ടാവട്ടെ കേരളത്തിൽ മുഴുവൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സഹകരിച്ച എല്ലാവർക്കും, പണ്ഡിതന്മാർക്കും സദസ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് സുഹൃത്തിന് ഞാൻ മൈക്ക് കൈമാറും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, വളരെ വിശദമായ രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. ആരോഗ്യപരമായി ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഇവിടെ ഉന്നയിച്ചത് റബിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അഹ്സനി ഉദ്ധരിച്ച ഒരു തെളിവാണ്. ആ തെളിവെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റബിയ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചതാണ് ആ സംഭവം എന്ന്, അതല്ലെങ്കിൽ ദുആ ഇരുന്നതാണ് ആ സംഭവം എന്ന് ഇതുവരെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമായി ലബ്ബാദാരിമി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മുഴുവൻ വിഷയങ്ങൾക്കും കിതാബിയായി തന്നെ മറുപടി പറഞ്ഞപ്പോൾ ആ മറുപടികൾക്കൊക്കെ ചോദ്യരൂപേണ പറഞ്ഞിരുന്നത് പരിഹാസ രൂപത്തിലും ലബ്ബാദാരിമിയെ പോലുള്ള ഒരു പണ്ഡിതനെ അവഹേളിക്കുന്ന രൂപത്തിലുമായിരുന്നു എന്നുള്ളത് ഇത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കും അതുപോലെ തന്നെ ഇനിയും കേൾക്കാനിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കും മനസ്സിലാക്കാവുന്നതാണ്. ഏതായിരുന്നാലും ഈ ഒരു അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് റബ്ബ് തൗഫീക്ക് ചെയ്തതുകൊണ്ടാണ് ഇത്തരം ഒരു വേദിക്ക് എല്ലാവരും തയ്യാറായത്. ഇനിയും ഇതുപോലുള്ള വേദികൾ സംഘടിപ്പിക്കുന്നതിനും സത്യം മനസ്സിലാക്കുന്നതിനും ലബ്ബാദാരിമിയെ പോലെ തന്നെ ഒരുപാട് അപ്പുറത്തിരിക്കുന്ന പണ്ഡിതന്മാർ ഇപ്പുറത്തോട്ട് യഥാർത്ഥ ഹക്കിലേക്ക് തിരിച്ചു വരുവാനും അള്ളാഹു ഇത്തരത്തിലുള്ള അവസരം ഇത്തരത്തിലുള്ള സംവാദങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ അവസരമൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാ ആളുകളും എല്ലാവരും സഹോദര ബുദ്ധിയ വളരെ സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. വഹാബിസം കളവാണ്, ആത്മവഞ്ചനയാണ്, ആദർശ ശൂന്യതയാണ്. തോട്ടുമുഖം അതിന്റെ പുതിയ സാക്ഷ്യം. ഓരോ സംവാദങ്ങൾക്കു ശേഷവും അതിന്റെ ഓട്ടയടക്കാനെത്തുന്ന പുതിയ അവതാരങ്ങൾ ഒന്നെഴുന്നേൽക്കാൻ പോലുമാവാതെ പിടഞ്ഞു വീഴുമ്പോൾ അത് ആദർശത്തിന്റെ ബലഹീനത കൊണ്ടാണെന്ന് ജനം നന്നായി തിരിച്ചറിയുന്നു. എന്താണ് പ്രാർത്ഥനയെന്ന് ഇനിയും കൃത്യമായി നിർവചിക്കാനാവാതെ സ്വന്തം പാളയത്തിൽ ആരൊക്കെയാണ് മുവഹിദുകൾ, ആരൊക്കെയാണ് മുശ്രിക്കുകൾ എന്ന് വേർതിരിക്കാനാവാതെ ഇവർക്കിനി എത്ര നാൾ പിടിച്ചു നിൽക്കാനാവും? നമുക്ക് കാത്തിരുന്നു കാണാം. السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഏറ്റവും ആദരണീയരായ പണ്ഡിത സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സത്യാന്വേഷികളായ
സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിക്കുവാനും പരസ്പരം ഇസ്ലാമിക വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും നമുക്ക് അവസരമുണ്ടായി. സുന്നി വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മുഖാമുഖം പരിപാടിയിലാണ് നാം നിലകൊള്ളുന്നത്. ഈ സന്ദർഭത്തിൽ ഇവിടെ കൂടിയ സത്യാന്വേഷികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടികളിലേക്ക്, ഇവിടെ നടക്കുന്ന ചോദ്യോത്തര സെഷനിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് വളരെയധികം കഴിവുറ്റ പ്രതിഭാധനരായ പണ്ഡിതന്മാർ എല്ലാവിധ പ്രമാണങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. ഒരു ചോദ്യം, ഒരു ഉപചോദ്യം എന്ന മട്ടിലുള്ള സങ്കുചിതത്വങ്ങൾ ഇവിടെയില്ല. ഒരാൾക്ക് അദ്ദേഹത്തിന്റെ സംശയം തീരുവോളം ചോദിക്കാവുന്നതാണ്. നമ്മൾ ഇന്നൊരു സംവാദത്തിന് സാക്ഷികളായി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സുന്നി പക്ഷത്ത് നമ്മുടെ പണ്ഡിതന്മാർ പ്രധാനമായും 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. പക്ഷേ ആ 3 ചോദ്യത്തിന്റെ അരികിലേക്ക് പോലും വരാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ വഹാബികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ച നൂറുദ്ദീൻ ലബ്ബ മൗലവിക്ക് സാധിച്ചില്ല എന്നത് കണ്ണുള്ള, ചെവിയുള്ള, ചിന്താശേഷിയുള്ള എല്ലാവരും കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. ഇതുപോലെയുള്ള ഒരു ചോദ്യോത്തരമല്ല നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലോ സുന്നികളുടെ ചോദ്യങ്ങളിലോ ഇത് രണ്ടുമല്ലാതെയോ നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട്, സുന്നികൾക്കും അസുന്നികൾക്കുമിടയിലുള്ള, സുന്നികളും ബിദ്അഈ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതൊക്കെ സുതാര്യമായി ചോദിക്കുവാനുള്ള സ്വതന്ത്രമായ അവസരമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ തുറന്നിട്ടിരിക്കുന്നത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾക്ക് ഞങ്ങളൊരു കത്ത് നൽകുകയുണ്ടായി. കത്തിൽ പരാമർശിച്ചിരുന്നത് എന്താണ്? ഇവിടെ ഒരു മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നു, അതിൽ നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് ഔദ്യോഗികമായി കത്ത് കൈമാറിയപ്പോ അവര് നൽകിയ മറുപടി എന്താണെന്നറിയുമോ? കത്ത് കിട്ടി, ഞങ്ങളെ ക്ഷണിച്ചതിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഖുർആനും സുന്നത്തും അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അഖീദയിലും ശരീഅത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാർഗത്തിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ മാർഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇങ്ങനെയാണോ സതാന്വേഷികളായ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടേണ്ട മറുപടി? ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല എന്ന് പറയുന്നവർ, നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടെങ്കിൽ പ്രിയദർശിനിയിലേക്ക് വരിക എന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ എന്ന് വിശുദ്ധ ഖുർആൻ ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എത്ര തെളിവ് പറഞ്ഞു കൊടുത്താലും അവർ അതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. ഈ രൂപത്തില് ഞങ്ങൾക്ക് സംശയമേ ഇല്ല, ഞങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ തീർക്കാൻ സാധിക്കുകയില്ല, നിങ്ങളോട് സംശയം ചോദിച്ച് ഞങ്ങൾ നന്നാവാൻ വരുന്നില്ല എന്ന രൂപത്തില് പാറ ഉറച്ചിരിക്കുന്ന ചില ആളുകൾ, അവരോട് നമുക്ക് സംസാരിക്കാൻ ഇല്ല.
1400 വർഷങ്ങളായി മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ, വിശ്വാസങ്ങൾ അത് വെച്ചു പുലർത്തുന്ന ആളുകളാണ് സുന്നികൾ. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായ ഒരു രീതി ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരൻ സ്വീകരിക്കുമ്പോ അതേ ഖുർആനും സുന്നത്തും ജീവിക്കുന്നു എന്ന് പറയുന്ന മുജാഹിദുകാരൻ മറ്റൊരു രീതിയാണ് സ്വീകരിക്കുന്നത്. അതേ ഖുർആനും സുന്നത്തും അംഗീകരിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്ന തബ്ലീഗുകാരൻ വേറെ ഒരു രീതിയാണ് സ്വീകരിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നു ഞങ്ങൾക്ക് സംശയമില്ല എന്ന്. പാരമ്പര്യത്തിന് പിന്തുണ അവർക്കുണ്ടോ? ഇല്ല. എല്ലാവരും പറയുന്നത് ഖുർആനും സുന്നത്തും എന്നാണ്. എന്നാൽ അതേ ഖുർആനും സുന്നത്തും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ചർവണം ചെയ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾക്കതിൽ സംശയമില്ല, ഞങ്ങൾക്കവിടേക്ക് വരേണ്ടതില്ല എന്ന് പറയുന്നത് ധിക്കാരമാണ്. എന്നിട്ട് ഇനി സുന്നികളെ, മുസ്ലിമീങ്ങളെ സംശയാലുക്കളാക്കുവാൻ വേണ്ടി ചോദ്യങ്ങളുമായി ഊരു ചുറ്റുന്ന സ്വഭാവം ഒരു സംഘടനക്കും യോജിച്ചതല്ല എന്നുകൂടി സാന്ദർഭികമായി ഞങ്ങൾ ഉണർത്തുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. ഇന്ന് ലബ്ബാ മൗലവി ഇവിടെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഊന്നി നിന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ ചെയ്യാൻ പാടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് ചോദിക്കാൻ പാടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുലാക്കാൻ പാടുണ്ടോ? ഈ വിഷയത്തില് എല്ലാ മുജാഹിദുകളെയും ഞെട്ടിപ്പിക്കുന്ന രൂപത്തില് സുന്നി പണ്ഡിതന്മാരുടെ മുമ്പിൽ അദ്ദേഹം പറയുകയുണ്ടായി, അത് നല്ലതാണ്, അത് ശരിയാണ്. ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇസ്തിഗാസ എന്നത് അനുവദനീയവും പുണ്യകർമ്മവുമാണ് എന്ന് സുന്നി പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ച് സമ്മതിച്ചുകൊണ്ടാണ് മുജാഹിദ് മൗലവി ഇറങ്ങിപ്പോയത് എന്ന നഗ്നമായ സത്യം എന്റെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഹാനായ അല്ലാമ ഇമാം ഇസ്മായിൽ ഹക്കിൽ ബറൂസവിയുടെ കിതാബ് വായിച്ചു. ഇസ്തിഗാസ പാടില്ല എന്ന് പറയുവാൻ വേണ്ടി അതേ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ലെന്നും അത് തൗഹീദാണെന്നും അതേ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് സുന്നി പക്ഷം സമർത്ഥിച്ചപ്പോ അതിനോട് പ്രതികരിക്കുവാൻ മൗലവി സാഹിബിന് സാധിച്ചില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. മൗലവിക്ക് അറിയേണ്ടിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരോട് എനിക്ക് സ്വർഗം തരണേ, അല്ലെങ്കിൽ എന്നെ ഹിദായത്തിലാക്കണമേ, എന്റെ ദോഷം പുറത്തു തരണേ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ തുടങ്ങിയ അപേക്ഷകൾ നടത്താൻ പാടുണ്ടോ എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്. യഥാർത്ഥത്തില് മുസ്ലിം സമൂഹത്തില് വൻ അട്ടിമറി നടത്തുവാൻ വേണ്ടി മുജാഹിദുകൾ തീരുമാനിച്ച ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ട് നമുക്കറിയാം, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനോട് മഞ്ചേശ്വരത്ത് വെച്ച് ഇതേ ചോദ്യം ചോദിച്ചതാണ്. അന്ന് പേരോട് ഉസ്താദിനോട് ചോദിച്ചതെന്താ? അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രവാചകന്മാരോട്, മഹാന്മാരോട്, ഔലിയാക്കന്മാരോട് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവരുടെ സങ്കടക്കുന്ന രൂപത്തിലുള്ള മറുപടി പറഞ്ഞു. അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? സുന്നികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ കാര്യവും അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത് എന്നായിരുന്നു പറഞ്ഞ മറുപടി. എല്ലാ കാര്യവും അള്ളാഹുവിനോടാണ് സുന്നികൾ ചോദിക്കുന്നത്. കാരണം എനിക്ക് രോഗം വന്നാൽ എന്നെ സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. യാ ഇബാദി കുല്ലുക്കും ജാഇൻ ഇല്ലാ മൻ അത്അംതു, ഞാൻ ഭക്ഷണം നൽകിയവരല്ലാതെ നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ് എന്റെ അടിമകളെ, അതുകൊണ്ട് ഇസ്തത്ഇമൂനി, എന്നോട് നിങ്ങൾ ഭക്ഷണം ചോദിക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞത്. യാ ഇബാദി കുല്ലുക്കും ആരിൻ, എന്റെ അടിമകളെ നിങ്ങളൊക്കെ വിവസ്ത്രരാണ്. ഇല്ലാമൻ കസൗതുഹു, ഞാൻ വസ്ത്രം നൽകിയവരല്ലാതെ, അതുകൊണ്ട് ഇസ്തക്സൂനി, എന്നോട് നിങ്ങൾ വസ്ത്രം ചോദിക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇതിന്റെ അർത്ഥം ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം ചോദിക്കരുത് എന്നാണോ? ഉമ്മയോട് ഭക്ഷണം ചോദിക്കരുത് എന്നാണോ? ഡോക്ടറോട് എന്റെ രോഗം സുഖപ്പെടുത്തി തരണേ എന്ന് പറയരുത് എന്നാണോ? അല്ല സുഹൃത്തുക്കളെ, ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് അള്ളാഹുവാകുന്നു ദാതാവ്, അള്ളാഹുവാകുന്നു സ്രഷ്ടാവ്, അള്ളാഹുവാകുന്നു നമ്മെ ഓരോ നാനോ സെക്കൻഡിലും
എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ഡോക്ടറോട് ചോദിക്കുമ്പോ അതിന്റെ അർത്ഥം മാറുന്നുണ്ട്. അള്ളാഹു എന്റെ രോഗം സൃഷ്ടിച്ചു തരുന്നു, അതിന്റെ ഒരു കാരണക്കാരൻ എന്ന നിലക്ക് നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്കാവുന്നത് ചെയ്യണേ എന്നാണ് ഒരു ഡോക്ടറോട് ഒരാൾ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് എന്റെ രോഗം സുഖപ്പെടുത്തി തരണേ, എന്റെ ഈ പ്രശ്നത്തിൽ പരിഹരിച്ചു തരണേ എന്ന് ഒരു വലിയനോട് ഒരു മുഅ്മിനായ മനുഷ്യൻ പറയുമ്പോഴും അവൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിക്കുന്നത്, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്തിട്ടോ ദുആ ചെയ്തിട്ടോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്കുള്ള ആ സ്ഥാനം കാരണമായിട്ടോ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഈ കാര്യം എനിക്ക് എങ്ങനെയെങ്കിലും അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടെ എനിക്ക് സാധിപ്പിച്ചു തരണേ എന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് അതൊന്നും നേരത്തെ പറഞ്ഞ വിശദീകരണങ്ങൾക്കെതിരല്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സ്വർഗം ചോദിക്കുക, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുക, പൊറുക്കൽ ചോദിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ മുസ്ലിമീങ്ങൾ മഹാന്മാരോട് ചെയ്യാറില്ല. അവർ അള്ളാഹുവേ ഞങ്ങൾക്ക് സ്വർഗം തരണേ എന്നാണ് പറയാറുള്ളത്, അള്ളാഹുവേ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്നാണ് പറയാറുള്ളത്, അള്ളാഹുവേ ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരണേ എന്നാണ് പറയാറുള്ളത്. വല്ല അത്യാഹിതങ്ങളിലും പെട്ട സമയത്ത് ബദരീങ്ങളെ എന്നവർ വിളിക്കാറുണ്ട്, ശരിയാണ്. അതുപോലെ തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന സമയത്ത് മുഹീദ്ദീൻ ശൈഖ് എന്ന് പറയാറുണ്ട്, അത് ശരിയാണ്. എന്നാൽ ഇദ്ദേഹം ചോദിച്ചതുപോലെയുള്ള ഒരു ചോദ്യം സാധാരണഗതിയിൽ അങ്ങനെ ആരും ചോദിക്കാറില്ല. അഥവാ ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എത്ര മാത്രമേ ഉള്ളൂ, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളയാളാണ് നിങ്ങൾ, അതുകൊണ്ട് എനിക്ക് എന്നെ ആ വിഷയത്തിലൊന്ന് ശഫാഅത്ത് ചെയ്യണേ എന്നാണ് അതിന്റെ അർത്ഥം. ഇതാണ് ഇന്നവിടെ നമ്മൾ വിശദീകരിച്ചത്. ഇതിന് നമുക്ക് മാതൃകകളുണ്ടോ? തീർച്ചയായും മാതൃകകളുണ്ട്. ഒരു ചെറിയ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാം. ഞാൻ എന്റെ ഉസ്താദിന്റെ കൂടെ ഒരു കാറിൽ യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. ആ സമയത്ത് കുറച്ചങ്ങ് എത്തിയപ്പോ ഞാൻ പറഞ്ഞു, ഉസ്താദേ ഒരു ചായ വേണം. അങ്ങനെ പറഞ്ഞു വണ്ടി വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഡ്രൈവർ നിർത്തുന്നില്ല. ആ സമയത്ത് ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, ഡ്രൈവറെ എനിക്കൊരു ചായ വേണം. ആ സമയത്ത് ഡ്രൈവർ വണ്ടി നിർത്തി. അങ്ങോട്ട് ഹോട്ടലിലേക്ക് കയറുന്ന സമയത്ത് ഹോട്ടലിന് മുമ്പിൽ എന്നെ മാനേജറോ മറ്റോ ഉണ്ട്. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. ഒരു ചായ വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നീടാണ് വെയിറ്റർ വന്നത്. വെയിറ്റർ ചോദിച്ചു എന്ത് വേണം? അദ്ദേഹത്തോട് പറഞ്ഞു ചായ വേണം. ഈ സമയത്ത് ആ വെയിറ്റർ അവിടെ പോയിട്ട് ആ ചായ ഉണ്ടാക്കുന്ന ആളോട് പറഞ്ഞു എന്ത് വേണം? അദ്ദേഹം ചോദിച്ചു ഒരു ചായ വേണം. ഇവിടെ ചായ വേണമെന്ന ആവശ്യമാണ് എല്ലാവരോടും നമ്മൾ പറഞ്ഞത്. പക്ഷേ ഞാൻ ഉസ്താദിനോട് ഒരിക്കലും ചായ വേണമെന്ന് പറഞ്ഞാൽ എന്നർത്ഥം ഉസ്താദ് എനിക്ക് ചായ വാങ്ങിത്തരണം, അതിന്റെ ക്യാഷ് നിങ്ങൾ കൊടുക്കണമെന്നാണ്. ഡ്രൈവറെ എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഈ വണ്ടി ഒന്ന് നിർത്തണമെന്നാണ്. അതുപോലെ മാനേജറോട് എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് ചായ വേണം, അതിന് എവിടെയാണ് ഇരിക്കേണ്ടത്, എന്താണ് അതിന്റെ ആവശ്യങ്ങൾ, അത് നിങ്ങൾ നിർവഹിച്ചു തരണമെന്നാണ്. വെയിറ്ററോട് എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ കൊണ്ടുപോയി ചായ കൊണ്ടുവരണമെന്നാണ്. വെയിറ്റർ ചായ ഉണ്ടാക്കുന്ന ആളോട് ചായ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് ചായ ഉണ്ടാക്കി തരണമെന്നാണ് അർത്ഥം. വ്യത്യാസമാണ്. ഇതുപോലെ അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴും അതുപോലെ അടിമകളോട് ചോദിക്കുമ്പോഴും ചോദ്യത്തിൽ ഒരേ ശബ്ദമാണെങ്കിലും ഒരേ ട്യൂണാണെങ്കിലും അതുപോലെ തന്നെ അർത്ഥം വ്യത്യാസമുണ്ട്. ഇതുകൊണ്ടാണ് മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ അങ്ങയോടൊപ്പം സ്വർഗത്തിൽ ഉന്നതമായ ഒരു സീറ്റ് എനിക്ക് നൽകണമേ എന്ന് മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂലിനോട് ഇതുപോലുള്ള ഒരു കാര്യം ചോദിക്കുന്നത് ശിർക്കാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് ഒരിക്കൽ പോലും അതിന് അനുവദിക്കാൻ പാടില്ല. മറിച്ച് ഇത്ര കാലം നിനക്ക് ഞാൻ തൗഹീദ് പഠിപ്പിച്ചു തന്നിട്ട് ഇപ്പൊ നീ ആ തൗഹീദിന് വിരുദ്ധമായ ഒരു സംഗതിയാണോ എന്നോട് ചോദിക്കുന്നത് എന്നായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കേണ്ടിയിരുന്നത്, പറയേണ്ടിയിരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അവഗൈറദാലിക, അതല്ലാതെ മറ്റെന്തെങ്കിലും ആക്കിക്കൂടെ റബിയ. ഉടനെ തന്നെ റബിയയുടെ മറുപടി, വേണ്ട, എനിക്ക് അതുതന്നെയാണ് വേണ്ടത്. നോക്കൂ നിങ്ങൾ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബിയയുടെ ആ ചോദ്യത്തിനെ അംഗീകരിക്കുന്നു. റബിയോട് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? സൽ, നിനക്ക് എന്താ വേണ്ടത് എന്തും ചോദിക്കാം എന്നാണ് മഹാനായ അല്ലാമ മുല്ലാലിയുൽ ഖാരി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. വയുഖദു മിൻ ഇത്ലാഖിഹി അലൈഹി സലാം, മഹാനായ മുല്ലാലിയുൽ ഖാരി പറയുന്നു, അൽ-അംറു ബിസ്സുആൽ ഇന്നല്ലാഹ തആല മക്കനഹു മിൻ ഇഅ്താഇ കുല്ലി മാ
അറാദ മിൻ ഖസാഇനിൽ ഹഖ്, അള്ളാഹുവിന്റെ ഖജാനയിൽ നിന്ന് എന്താണോ ഉദ്ദേശിച്ചത്, എന്താണോ അള്ളാഹു തആല തംകീൻ ചെയ്തു കൊടുക്കുന്നത്, അതൊക്കെ ചോദിക്കാം എന്നാണ് സൽ എന്നതിന്റെ അർത്ഥമെന്ന് മുല്ലാ അലിയുൽ ഖാരി ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സൽ എന്നാ പറഞ്ഞത്, എന്താണ് ചോദിക്കേണ്ടത് പറഞ്ഞില്ല. അള്ളാഹു തആല എന്തൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത് എല്ലാം ചോദിക്കാം എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മഹാനായ മുല്ലാ അലിയുൽ ഖാരി പറയുന്നു. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മുസ്ലിമീങ്ങൾ ചോദിക്കുന്നതും മുശ്രിക്കുകൾ അവരുടെ ദൈവങ്ങളോട് ചോദിക്കുന്നതും വ്യത്യസ്തമാണ്. ദൈവങ്ങളോട് ചോദിക്കുന്നത് അവർക്കതിന് കഴിവുണ്ട്, അല്ലെങ്കിൽ അവർ സ്വന്തമായി അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്തുകൊണ്ടാണ് ചോദിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. രണ്ടും രണ്ടാകുന്നു. അതുകൊണ്ട് മുശ്രിക്കുകൾക്ക് വേണ്ടി ഇറങ്ങിയ ആയത്തുകളോ അല്ലെങ്കിൽ അവരെ വിശദീകരിക്കാൻ വേണ്ടി ഇമാം റാസിയെ പോലെയുള്ള ആളുകൾ ഉദ്ധരിച്ച വാക്കുകളോ പറഞ്ഞുകൊണ്ട് അത് മുസ്ലിമീങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്ന ഏറ്റവും കടുത്ത വഞ്ചനയാണ്, ഖവാരിജികളുടെ സ്വഭാവമാണ്. ഖവാരിജികളെ കുറിച്ച് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, انطلقوا الى آيات نزلت في الكفار, കാഫിരീങ്ങളുടെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്തുകൾ, ആ ആയത്തുകളിലേക്ക് അവർ പോയി. വനസലൂഹാ വജഅലൂഹാ അലൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങൾക്ക് ബാധകമാണെന്ന് അവർ വാദിക്കുകയും ചെയ്തു. ഖവാരിജികളാണ് മുശ്രിക്കുകളെ കുറിച്ച് ഇറങ്ങിയ ആയത്തുകൾ മുസ്ലിമീങ്ങൾക്ക് ബാധകമാണെന്ന് ലോകത്താദ്യമായി വാദിച്ചത്. ഇതേ സ്വഭാവമാണ് ഇന്ന് ലബ്ബ ദാരിമിയിലും ലബ്ബ മൗലവിയിലും നമ്മൾ കാണാനിടയായത്. അതുകൊണ്ട് എന്റെ സഹോദരന്മാർ വഞ്ചിതരാകാൻ പാടുള്ളതല്ല. അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥം വേറെ, മഹാന്മാരോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥം വേറെ. രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ടെങ്കിൽ റബീഅത്ത് ഇസ്ലാമിൽ നിന്ന് ഒരിക്കലും പുറത്തു പോയിട്ടില്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ റബീഅത്തിന് അന ഫായിലുൻ, ഞാൻ അത് ഏറ്റെടുക്കുന്നു, ഞാനത് ചെയ്യാം എന്നാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് റബീഅത്ത് സ്വർഗത്തിലാണ് നമുക്ക് പ്രതീക്ഷിക്കാം. റബീഅ പോകുന്ന സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. പലവട്ടം പല പ്രാവശ്യം റബീഅ ചെയ്തത് ശിർക്കാണോ റബീഅ മുശ്രിക്കാണോ എന്ന് ചോദിച്ചിട്ട് ഒരു അര സെക്കൻഡ് പോരെ അല്ല അല്ലെങ്കിൽ ആണ് എന്ന് പറയാൻ 5 മിനിറ്റ് സമയമുണ്ടായിട്ട് പോലും അല്ല അല്ലെങ്കിൽ ആണ് എന്ന് പറയാൻ ആ മൗലവി ധൈര്യം കാണിച്ചില്ലല്ലോ. തൊലിക്കെട്ടി വളരെ അപാരം തന്നെ. അവസാനമായി മൂന്നാമതായി നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു എന്നറിയുമോ നിങ്ങൾക്ക്? ഈ മൗലവി ഇവിടെ തോട്ടുമുഖത്ത് വന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞു മലക്കുകൾ നമ്മെ സഹായിക്കും, അതുകൊണ്ട് മലക്കുകളോട് സഹായം ചോദിക്കാൻ പാടില്ല. പിശാചുക്കൾ നമ്മെ സഹായിക്കും, പക്ഷേ പിശാച്ചിനോട് സഹായം ചോദിക്കാൻ പാടില്ല. സൂര്യൻ നമ്മെ സഹായിക്കും, പക്ഷേ സൂര്യനോട് സഹായം ചോദിക്കാൻ പാടില്ല. മൈക്ക് എന്നെ സഹായിക്കുന്നു, മൈക്കിനോട് സഹായം ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇനി മഹാന്മാർ നമ്മെ സഹായിക്കുമെന്ന് വെച്ചാലും മഹാന്മാരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നാണ് മൗലവി ഇവിടെ പ്രസംഗിച്ചത്. എന്നാൽ ഇദ്ദേഹം ഏതൊരു പ്രസ്ഥാനത്തിലാണോ ആ പ്രസ്ഥാനത്തിന്റെ അമരക്കാരായ നേതാക്കന്മാർ, അതായത് ജബ്ബാർ മൗലവി, സക്കരിയ മൗലവി തുടങ്ങിയ മൗലവിമാർ പറയുന്നത് നേരെ മറിച്ചാണ്. വിജനമായ ഒരു പ്രദേശത്തിലൂടെ ഒരാൾ നടന്നു പോകുന്ന സമയത്ത് പുറത്താരെയും കാണുന്നില്ല, അടുത്താരെയും കാണുന്നില്ല, അയാൾക്ക് വല്ല പ്രയാസവും അനുഭവപ്പെടുന്ന സമയത്ത് ജിന്നെ രക്ഷിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെ വിളിച്ച് തേടാവുന്നതാണ്. അതുകൊണ്ട് ശിർക്ക് വരികയില്ല എന്ന അർത്ഥത്തിൽ അവർ പച്ചയായി മലയാളത്തിൽ എഴുതിവിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ചോദ്യം വന്നു, സക്കരിയ മൗലവി പറയുന്നതും ജബ്ബാർ മൗലവി പറയുന്നതും ജിന്നിനോട് തേടാമെന്നാണല്ലോ, നിങ്ങൾ പറയുന്നതോ ജിന്നിനോട് തേടാൻ പാടില്ല എന്നാണല്ലോ. അപ്പൊ നിങ്ങൾ ശിർക്ക് പേടിച്ച് ഇപ്പോ മൗലവിമാരെ കൂടെ പോയപ്പോ അവിടെ ശിർക്കിന്റെ പടയാണല്ലോ, ഷിർക്കിന്റെ പടയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വിശദീകരണം എന്താണ്? സക്കരിയ മൗലവി ഇങ്ങനെ ജിന്നിനോട് തേടാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മുശ്രിക്കായോ ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് ഖമ്മ എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു നോക്കി, ഞാനങ്ങനെ തൊട്ടുമുഖത്ത് പ്രസംഗിച്ചിട്ടില്ല എന്ന്. അദ്ദേഹം വിചാരിച്ചത് നമ്മൾ അതിന്റെ ക്ലിപ്പുമായിട്ടൊന്നും വന്നിട്ടില്ല എന്നാണ്. ക്ലിപ്പിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാ നിങ്ങൾ പറഞ്ഞത് കേൾപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം നെടുങ്ങി. അദ്ദേഹം നേരെ വിഷയം മാറ്റില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചോദ്യം വീണ്ടും വന്നു, സക്കരിയ മൗലവി അടക്കമുള്ളവർ മുശ്രിക്കാണോ? മറുപടിയില്ല. 3 ചോദ്യം ചോദിച്ചിട്ട് ഒന്നിന് പോലും ഒരു അര സെക്കൻഡ് പോലും മറുപടി പറയാൻ ശ്രമിക്കാതെ ഓരോ 5 മിനിറ്റിലും
വീട്ടിലും ഏതൊക്കെയോ കിതാബുകൾ ഇങ്ങനെ വായിച്ച് സമയം കളയുകയായിരുന്നു. ആ വായിച്ച കിതാബിന്റെ വിഷയങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ച എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സംശയങ്ങൾക്ക് മറുപടി പറയുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നൗഷാദ് അഹ്സനി, അതുപോലെ തന്നെ ഏലംകുളം റഷീദ് സഖാഫി, എന്റെ ഉസ്താദ് കൂടിയായ അബ്ദുൽ ഖാദർ അഹ്സനി, ചാപ്പനങ്ങാടി, ഇങ്ങനെ നമ്മുടെ റഫീഖ് അഹ്സനി ചേളാരി, എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാവരും വേണ്ട രൂപത്തിൽ നിങ്ങൾക്ക് മറുപടി പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവന് ഇഷ്ടപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.